യേശുനാഥൻ നമ്മളോട് പറയുക, നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കും. ഒരു വാഹനം ഓടിക്കുമ്പോൾ, അതുപോലെ മഴ പെയ്ത് കിടക്കുമ്പോഴൊക്കെ നമ്മളോട് മറ്റുള്ളവരും പറയും ശ്രദ്ധിച്ച് ചെയ്യണമെന്നുള്ളത്. ശ്രദ്ധയോട് ചെയ്തില്ലെങ്കിൽ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 3 കാര്യങ്ങളിലാണ് ശ്രദ്ധയുള്ളവരായിരിക്കാൻ കർത്താവ് നമ്മളോട് പറയുക. ഒന്ന്, എൻ്റെ ആത്മീയ ജീവിതത്തിൽ എന്നും ഞാൻ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ തന്നെ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന്. നമ്മൾ ചിന്തിക്കും ഇതിങ്ങനെ പൊക്കോളുമെന്നാണ്. പക്ഷെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തില്ലെങ്കിൽ ആ വിശ്വാസം വർദ്ധിക്കില്ലല്ലോ, അത് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളതാണ്. കുറേ പേര് അത് നഷ്ടപ്പെടുത്തി പോയതിന് കാരണം അതുകൊണ്ട് തന്നെയാണ്. ഈ വിശ്വാസത്തിൽ ആഴപ്പെടാനുള്ളൊരു താല്പര്യമില്ലാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ്. നമ്മളിങ്ങനെ ചിന്തിച്ചു പോകുമ്പോൾ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ വലിയ ഒരു താല്പര്യമൊന്നും കാണിക്കാറില്ല. ആ താല്പര്യം നമുക്ക് കാണിക്കണം, എടുക്കണം, റിസ്ക് എടുക്കണം എന്നുള്ളതാണ്. മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റിസ്ക് എടുക്കാറുണ്ട്. അതുപോലെ തന്നെ ദൈവത്തോടുള്ള സ്നേഹത്തിൽ ഞാൻ റിസ്ക് എടുക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. 2, ക്ഷമയുടെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവരായിരിക്കണം. എത്ര തവണ വന്ന് എൻ്റെ അരികിൽ വന്ന് ക്ഷമ പറഞ്ഞാലും ക്ഷമിക്കാനുള്ള മനസ്സുണ്ടോ എന്നുള്ളതാണ്. ഒരു തവണയെങ്കിലും ക്ഷമിക്കാൻ പറ്റാത്തവർ നമ്മൾ, എന്നിട്ടാണ് കുറേ തവണ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിധികളില്ലാതെ ക്ഷമിക്കാൻ നമുക്ക് പറ്റണമെന്നുള്ളതാണ്. 3-മതായിട്ട് ഞാൻ കാരണം ആരും പാപത്തിൽ വീഴരുത് എന്നുള്ളതാണ്. ഞാൻ കാരണം ആരും തിന്മയിലേക്ക് നടന്നു പോകരുത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എൻ്റെ ജീവിതം കൊണ്ട് ഒരാൾക്കും ഞാൻ ദുഷ്പ്രേരണയ്ക്ക് കാരണമാകരുത്. ഈ 3 കാര്യങ്ങളും ചേർത്ത് വെച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കട്ടെ. ശ്രദ്ധയോടെ ജീവിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ നടക്കാൻ സാധിക്കുകയുള്ളൂ. പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം.